ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ആ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആ കാലത്തെ മലയാള സാഹിത്യരംഗത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. 1845 മുതൽ 1914 വരെയുള്ള മലയാള സാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു വസ്തുത വ്യക്തമാകും. അന്നത്തെ കേരളീയർ ശരിക്കും കവിതകളും കാവ്യങ്ങളും ചമയ്ക്കാൻ വളരെ താല്പര്യമുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ ആരെങ്കിലും ഒരാൾ ഒരു പ്രത്യേക വിധത്തിലുള്ള കാവ്യം ചമച്ചാൽ അതേ മട്ടിലുള്ള ഒരു കാവ്യം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാവരും ചമയ്ക്കും. അതായിരുന്നു ഒരു രീതി, ആ ഒരു അനുകരണശീലം അതായിരുന്നു. കുറേ ചമ്പുക്കൾ, കുറേ കളിപ്പാട്ടുകൾ, കുറേ ആട്ടക്കഥകൾ, കുറേ മഹാത്മ്യങ്ങൾ, കുറേ മുക്തകങ്ങൾ, കുറേ ആക്ഷേപഹാസ്യങ്ങൾ, പിന്നെ ഏറ്റവും അധികം ശൃംഗാര ശ്ലോകങ്ങൾ. ഇതൊന്നും അല്ലെങ്കിൽ സംസ്കൃത നാടക കാവ്യാദികളുടെ കുറേ തർജ്ജമകൾ. ഒരേ മട്ടിലും ഒരേ കെട്ടിലും ഉള്ള അനവധി കൃതികൾ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾക്ക് നടുനായകത്വം വഹിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ കളരിയും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ തെക്കൻ കളരിയും ഒക്കെ ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്ന് ഉത്ഭവിച്ച വെൺമണി പ്രസ്ഥാനം മലയാള കവിതയെ ശൃംഗാരമയവും കുറച്ചൊക്കെ അശ്ലീലവും ആക്കി എന്നാണ് സംസാരം. നമുക്കറിയില്ലേ, അതെ, അങ്ങനെയാണത്. സ്ത്രീകളുടെ കേശാദിപാത വർണ്ണന, ആഭാസമായ സംഭോഗ ശൃംഗാരം, രതിക്രീഡാ സുഖവർണ്ണന, ഇവകളെക്കൊണ്ട് കവിതാരംഗം ഒരു അനാരോഗ്യകരമായ മഞ്ഞപ്പിത്തം പിടിച്ച മട്ടായിരുന്നു. അവിടെ പൂരപ്രബന്ധവും അംബോപദേശവും കുഞ്ചൻ നമ്പ്യാരുടെ പുറംകഥകളും ചന്ദ്രോത്സവവും ലീലാതിലകത്തിൽ അശ്ലീല ശ്ലോകങ്ങളും കവികളുടെ നാവിൽ തത്തിക്കളിച്ചിരുന്നു. ചന്ദ്രോത്സവത്തിലെ ഭാഷ മധുരമായിരുന്നു എന്നൊരിക്കലും മറക്കാൻ പാടില്ല. മധുര ഭാഷ സംസ്കൃതാന്യോന്യ സമ്മേളന സുരഭിലം ആയാലും അശ്ലീലം തന്നെയാണല്ലോ. വൃത്തികെട്ട കാമവെറി പിടിച്ച പുരുഷന്മാരുടെ ഇത്തരം കവിതക്കളരി മൂലം വഴി നടക്കാൻ വയ്യാതായ അക്കാലത്തെ സഹോദരിമാർക്ക് ഒന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശമോ ധൈര്യമോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വിചാരിക്കണം. അപ്പോൾ പൂരപ്പാട്ടുകൾ പോലെയുള്ള കവിതകളിൽ നിന്നൊക്കെ കിട്ടിയതാണ് പിന്നീട് വല്ലാണ്ട് ഭരണിപ്പാട്ട് പോലെയൊക്കെയാണെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായി വന്നത്. അങ്ങനെയാണ് എല്ലാ മലയാള കവികളും തുടങ്ങി കുജശതകങ്ങൾ രചിക്കാൻ. അത് ശൃംഗാരമൊന്നുമല്ല, അത് ശരിക്കും ആഭാസമായിട്ട് തന്നെ രചിച്ചിരുന്നത്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നാടിൻ്റെ മാനം കെടുത്തിക്കൊണ്ട് മലയാള കവികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് D.H. ലോറൻസിൻ്റെ ലേഡി ചാറ്റർലീസ് ലവറിന് സുപ്രീം കോടതിയെ കൊണ്ട് വിലക്ക് കൽപ്പിച്ച ഇന്ത്യക്കാർ ജീവിച്ചിരുന്നത്. പക്ഷെ അവർ ഈ കൃതികൾക്ക് വിലക്ക് കൽപ്പിച്ചില്ല. അത് മറന്നുപോയതോ അത് ശ്രദ്ധിക്കാതെ പോയതോ എന്ന് അറിയില്ല. D.H. ലോറൻസിനേക്കാളും വലിയ അശ്ലീലാണ് ഇവിടെ പ്രചാരത്തിലിരുന്നത്. പാണ്ഡിത്യ പ്രകടനമാണ് വേറൊരു പ്രവണത ഉണ്ടായിരുന്നത്. എല്ലാവരും തങ്ങളുടെ കേമത്തം കാട്ടാൻ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ശൈലിയിലും പ്രാസത്തിലും വൃത്താലങ്കാരത്തിലും ഒക്കെ കെട്ടി വരിഞ്ഞ് കവിത ശ്വാസം മുട്ടി നിൽക്കണ ഒരു ആനയെ പോലെ ഇരുന്നു. എഴുന്നള്ളിക്കാൻ നിർത്തിയ ആന ശ്വാസം മുട്ടി നിൽക്കണ പോലെ. ഇത് ഒറിജിനലായിട്ട് നൈസർഗികമായിട്ട് ഒഴുകി വീഴുന്ന വരികൾ ഈ പണ്ഡിതന്മാരുടെ കളരികളിൽ ചിലപ്പോൾ കാണാൻ പ്രയാസമായിരുന്നു. ശൃംഗാര കവിതകളിൽ മധുരപദാവലിയോടെ ഒഴുകുന്ന വാഗ്ധോരണി ഉണ്ട്, പക്ഷേ ആശയദാരിദ്ര്യവും ആഭാസവും കൊണ്ട് അസഹനീയമായി. പണ്ഡിതന്മാരുടെ കവിതകളാണെങ്കിൽ ആർക്കാനും വേണ്ടി ഒക്കാനിക്കും പോലെ കൃത്രിമമായിട്ട് വളച്ചു കെട്ടി നിയമം ഒപ്പിച്ച് ഉണ്ടാക്കുന്ന വരികൾ മാത്രമായിരുന്നു. അവയിൽ കവിതയില്ല. ഈ കാലഘട്ടത്തിൻ്റെ അവസാന ഭാഗത്താണ് നാലപ്പാടിൻ്റെ ആദ്യകാല കവിതകൾ ജനിക്കുന്നത്. അതായത് കൈതപ്പൂവ് മുതൽ പൗരസ്ത്യ ദീപം വരെ ഉള്ളത്. 1907 കൈതപ്പൂവ് വരുന്നത്. പ്രകൃതി ദേവതയുടെ കണങ്കാല് പോലെ കാണുന്നവരുടെ കണ്ണിൽ കൗതുകം വളർത്തിയും പ്രാണനെ മയക്കുന്ന നന്മണം വീശിയും നിൽക്കുന്ന ആ കൈതപ്പൂവ്, തൂമഞ്ഞണി കുളിർമ ചേർന്നുള്ള വെയിലുകൊണ്ട് മഞ്ഞളിച്ചു നിൽക്കുന്ന പ്രഭാതം, സൂര്യോദയത്തിൽ ഇളം പ്രഭാതവാദം ഹിമാമ്പു കണമാകുന്ന വെൺമലർ തൂവുന്നു. പ്രഭാതത്തിൽ കൊളുത്തിവെച്ച ഒരു പൊൻവിളക്ക് പോലെ ആ കൈതപ്പൂ ശോഭിക്കുന്നു. ദിവ്യസ്മേരം തൂകുന്ന ആ ദിനത്തിൻ്റെ സൗന്ദര്യം നാലപ്പാടനെ ആവിഷ്കരിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അനുകരണ കവിതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരാശയലോകമാണ്.
അത് നമ്മൾ കാണുന്നത് നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. കുട്ടിയുടെ കവിതയാണ്, വളരെ ചെറുപ്പത്തിൽ എഴുതിയതാണ്. പക്ഷെ എന്നാൽ ഈ പ്രവണത അതിലില്ല. ഏത് ഈ ആഭാസം എഴുതാനോ അല്ലെങ്കിൽ അനുകരിച്ച് എഴുതാനോ ഉള്ള പ്രവണത അതിലില്ല. വളരെ ഒറിജിനലായിട്ടുള്ള ചെറിയൊരു കവിതയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്ന കവിത. അപ്പോൾ മലയാളത്തിൽ ചിരപരിചിതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി റൊമാൻറ്റിസിസത്തിൻ്റെയും കാൽപ്പനിക നവോത്ഥാനത്തിൻ്റെയും പ്രകാശിക്കുന്ന പ്രഭാത താരമായിട്ടാണ് നാലപ്പാടിൻ്റെ കവിത ആ കൈതപ്പൂവിലൂടെ പിറന്നു വീഴുന്നത് തന്നെ എന്ന് കാണാം. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. 1907 കൈതപ്പൂ വരുന്നത്. 1907 1908 മാത്രമാണ് ആശാൻ്റെ വീണപൂവ് പ്രകാശിപ്പിച്ചത്. ആ റൊമാൻറ്റിസിസം മുഴുവനുള്ള വീണപൂവ് വരുന്നത് ഈ കവിതയ്ക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് ആരുടെയും അനുകരണം അല്ലാതെ തന്നെ, ആരുടെയും ശിഷ്യനാവാതെ തന്നെ സ്വകീയമായ രീതിയിലാണ് റൊമാൻറ്റിസിസത്തിലേക്കും നിയോ ക്ലാസിസിസത്തിലേക്കും നാലപ്പാട്ട് പ്രവേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാളുടെ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ കുട്ടി എഴുതിയ കവിതയെ വിചാരിച്ചിട്ടല്ല ആ കുട്ടിയുടെ കംപ്ലീറ്റ് ജീവിതചര്യ നമ്മൾ പറയുന്നത്. പക്ഷേ ആ തുടക്കത്തിൽ തന്നെ, വളരെ മുമ്പ് തന്നെ തൻ്റേതായ ആ ഒറിജിനാലിറ്റി ഉണ്ട്. സുലോചനയിൽ അങ്കുശമിട്ട് ബന്ധിച്ച കൊമ്പനാനയെപ്പോലെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ സ്വഭാവമായിരുന്നതും തെക്കൻ കളരിയുടെ പ്രത്യേകത ആയിരുന്നതുമായ ഒരു കൃത്രിമത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ മറ്റു കവിതകളെല്ലാം ലളിതമായ കവിതകളാണ്. വെൺമണി കവിതകളിലെ ശൃംഗാരത്തിൻ്റെ ഈവൻ സുലോചനയിൽ അങ്ങനെ അല്ലാത്ത വരികൾ ഉണ്ട് കേട്ടോ. എല്ലാം അങ്ങനെയല്ല, എല്ലാം കുറേയൊക്കെ വളരെ ഒറിജിനലായിട്ടുള്ള വരികളുണ്ട്. അപ്പം ഒരു കാലത്തും ഒരു ആഭാസച്ചുവ, ശൃംഗാരത്തിൻ്റെ ഒരു ആഭാസച്ചുവ, ഈ കുജശതകം എഴുതിയവരുടെ പോലത്തെ ഒരു ചുവ അദ്ദേഹത്തിൻ്റെ വരികളിലൊന്നും നിങ്ങൾ എവിടെയും കാണില്ല, ഏത് കാലത്തും. ഈ പ്രത്യേകതകൾ നാലപ്പാടിൻ്റെ വ്യക്തിത്വത്തെയും കവിതാരീതിയെയും കുറിച്ച ധാരണകൾ തിരുത്തിയെഴുതാൻ അന്നത്തെ പണ്ഡിത ലോകത്തെ സഹായിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല, തീരെ ഉണ്ടായില്ല എന്നും പറയാൻ പറ്റില്ല. മുണ്ടശ്ശേരി, അതുപോലെ ജി ശങ്കരക്കുറുപ്പ്, വള്ളത്തോൾ, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകതയെ അറിഞ്ഞവർ തന്നെയാണ്.